പശ്ചിമേഷ്യൻ മേഖലയിൽ നയതന്ത്ര അനിശ്ചിതത്വങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഉയർത്തുന്ന വെല്ലുവിളികൾക്കിടയിലും ഗൾഫ് സഹകരണ കൗൺസിൽ അതായത് GCC രാജ്യങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊന്നായ GCC റെയിൽവേ നിർമ്മാണവുമായി അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. കുവൈറ്റ് മുതൽ ഒമാൻ വരെ 6 ഗൾഫ് രാജ്യങ്ങളെ ഒരൊറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂറ്റൻ റെയിൽവേ പദ്ധതി 2030 ഡിസംബറോടെ പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഭരണാധികാരികളും GCC റെയിൽവേ അതോറിറ്റിയും. മേഖലയുടെ യാത്രാ സങ്കല്പങ്ങളെയും ചരക്ക് നീക്കങ്ങളെയും അടിമുടി മാറ്റിയെഴുതാൻ പോകുന്ന ഈ സ്വപ്ന പദ്ധതി ഗൾഫ് മേഖലയെ സാമ്പത്തികമായും സാമൂഹികമായും കൂടുതൽ സമഗ്രമായി സംയോജിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ഒരു ഏകീകൃത റെയിൽവേ ശൃംഖല എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് 2000-ന്റെ തുടക്കത്തിലാണ്. 2009-ൽ കുവൈറ്റിൽ നടന്ന 30ാം GCC ഉച്ചകോടിയിലാണ് ഇതിന് ഔദ്യോഗിക അംഗീകാരം ലഭിച്ചതും പ്രാഥമിക പദ്ധതി രേഖകൾ തയ്യാറാക്കിയതും. എന്നാൽ അന്നത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ, ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ പെട്ടെന്നുള്ള ഇടിവ്, ഓരോ രാജ്യങ്ങളുടെയും ആഭ്യന്തര മുൻഗണനകളിലൂടെയുണ്ടായ മാറ്റങ്ങൾ എന്നിവ കാരണം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മന്ദഗതിയിലാവുകയായിരുന്നു. തുടർന്ന് 2021-ൽ സൗദി അറേബ്യയിൽ നടന്ന ചരിത്രപ്രധാനമായ അൽ ഉല ഉച്ചകോടിയെ തുടർന്നാണ് റെയിൽവേ പദ്ധതി വീണ്ടും സജീവ ചർച്ചകളിലേക്ക് തിരികെ വന്നത്. മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടതോടെ പദ്ധതിയുടെ ഏകോപനത്തിനായി GCC റെയിൽവേ അതോറിറ്റി രൂപീകരിക്കുകയും നിർദ്ദിഷ്ട സമയപരിധികൾ നിശ്ചയിക്കുകയും ചെയ്തു. നിലവിൽ ആകെ നിർമ്മാണ ജോലികളുടെ 50% പൂർത്തിയായതായാണ് GCC റെയിൽവേ അതോറിറ്റി ഡയറക്ടർ ജനറൽ മുഹമ്മദ് ബിൻ ഫഹദ് അൽ ഷബ്രാമി വ്യക്തമാക്കുന്നത്. അംഗരാജ്യങ്ങളെല്ലാം തങ്ങളുടെ ആഭ്യന്തര റെയിൽ ശൃംഖലകളെ അന്താരാഷ്ട്ര പാതയുമായി ബന്ധിപ്പിക്കുന്ന തിരക്കിട്ട ജോലിയിലാണ്. ആകെ 2117 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഈ റെയിൽവേ ശൃംഖല ഭൂമിശാസ്ത്രപരമായി ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളെയും വ്യവസായ കേന്ദ്രങ്ങളെയും തുറമുഖങ്ങളെയും തമ്മിൽ കോർത്തിണക്കുന്നുണ്ട്. കുവൈറ്റിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ഷദാദിയയിൽ നിന്നാണ് പാത ആരംഭിക്കുന്നത്. അവിടെ നിന്ന് സൗദി അറേബ്യയിലെ കിഴക്കൻ പ്രവിശ്യയിലുള്ള അൽ ഖഫ്ജി വഴി പ്രധാന റെയിൽവേ ഹബ്ബായ ദമാമിലേക്ക് പാത നീളും. ദമാമിൽ നിന്ന് 2 പ്രധാന ശാഖകൾ പിരിയുന്നുണ്ട്. ആദ്യത്തേത് പുതുതായി നിർമ്മിക്കുന്ന 25 കിലോമീറ്റർ നീളമുള്ള കിങ് ഫഹദ് ക്രോസ്വേ പാലം വഴി ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലേക്കും റാംലിയിലെ അന്താരാഷ്ട്ര സ്റ്റേഷനിലേക്കും എത്തുമ്പോൾ രണ്ടാമത്തെ പാത സൽവ അതിർത്തി വഴി ഖത്തർ തലസ്ഥാനമായ ദോഹയിലേക്കാണ് കടന്നു പോകുന്നത്. സൗദിയിലെ അൽബത്ത അതിർത്തിയിൽ നിന്ന് UAE-യിലേക്ക് കടക്കുന്ന റെയിൽവേ അബുദാബി, അലൈൻ തുടങ്ങിയ നഗരങ്ങളെ ബന്ധിപ്പിച്ച് ഇതിഹാദ് റെയിൽ ശൃംഖലയുടെ ഭാഗമായി മാറും. തുടർന്ന് UAE-യെയും ഒമാനെയും ബന്ധിപ്പിക്കുന്ന 303 കിലോമീറ്റർ നീളമുള്ള ഹഫീദ് റെയിൽ പാതയിലൂടെ ഒമാനിലെ പ്രമുഖ വ്യവസായ നഗരമായ സൊഹാറിലെത്തുകയും അവിടെ നിന്ന് തലസ്ഥാനമായ മസ്കറ്റിലെത്തി അവസാനിക്കുകയും ചെയ്യും. ഏകദേശം $250 ബില്യൺ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ ബൃഹത് പദ്ധതി കേവലം ഒരു ഗതാഗത മാർഗമല്ല, മറിച്ച് അത്യാധുനിക എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. പാതയിലൂടെ ഓടുന്ന യാത്രാ ട്രെയിനുകൾ മണിക്കൂറിൽ 200 മുതൽ 220 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും സഞ്ചരിക്കുക. ചരക്ക് ട്രെയിനുകൾ മണിക്കൂറിൽ 80 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടിക്കാൻ തക്കവണ്ണമാണ് റെയിൽ പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രവർത്തനം പൂർണ്ണ സജ്ജമാകുന്നതോടെ റോഡ് മാർഗമുള്ള യാത്രകളിലും വിമാനത്താവളങ്ങളിലെ നീണ്ട സുരക്ഷാ പരിശോധനകളിലും കാത്തിരിപ്പുകളിലും ഉണ്ടാകുന്ന വലിയ സമയനഷ്ടത്തിന് അറുതിയാകും. മണിക്കൂറുകൾ നീളുന്ന ബോർഡർ ചെക്കിംഗ് നടപടികൾ കൂടുതൽ ലളിതവും കാര്യക്ഷമവുമാക്കാനുള്ള പുതിയ ഏകീകൃത ഡിജിറ്റൽ സംവിധാനങ്ങളും ഇതോടൊപ്പം നടപ്പിലാക്കുന്നുണ്ട്. വിമാന ടിക്കറ്റ് നിരക്കുകളേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഗൾഫിലെ സാധാരണക്കാരായ യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി മാറും. പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിവർഷം 20 കോടി ടണ്ണിലധികം ചരക്ക് നീക്കമാണ് GCC റെയിൽവേ ലക്ഷ്യമിടുന്നത്. 2045ഓടെ ഇത് 27 കോടി ടണ്ണായി ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. റെയിൽവേ മാർഗമുള്ള അതിവേഗ ചരക്ക് നീക്കം ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന തുറമുഖങ്ങളെയും വ്യവസായ മേഖലകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തിപ്പെടും. റോഡുകളിലൂടെയുള്ള കൂറ്റൻ ട്രക്കുകളുടെ ഗതാഗതം കുറയുന്നത് അപകടങ്ങൾ ഒഴിവാക്കാനും അന്തരീക്ഷ മലിനീകരണവും കാർബൺ പുറന്തള്ളലും വൻതോതിൽ കുറയ്ക്കാനും സഹായിക്കും. സാമ്പത്തിക രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, നിർമ്മാണം, ട്രെയിൻ ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ്, ടൂറിസം തുടങ്ങിയ മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് പദ്ധതിയിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. റീറ്റെയിൽ, ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്കും ഇത് ഉണർവേകും. മേഖലയിലെ ആഭ്യന്തര വിനോദസഞ്ചാരം വളരുന്നതിലൂടെ ചെറിയ ബിസിനസ്സുകൾക്കും വൻകിട നിക്ഷേപകർക്കും ഒരുപോലെ നേട്ടമുണ്ടാകും. GCC രാജ്യങ്ങളിൽ വസിക്കുന്ന ദശലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം GCC റെയിൽവേ ഒരു വലിയ തണലായി മാറും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കോ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള വിനോദയാത്രകൾക്കോ ആയി അയൽ രാജ്യങ്ങളിലേക്ക് പോകാൻ ഇപ്പോൾ പ്രധാനമായും വിമാനങ്ങളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. അവധിക്കാലങ്ങളിലും ഉത്സവ സീസണുകളിലും വിമാന കമ്പനികൾ ഈടാക്കുന്ന അമിത ടിക്കറ്റ് നിരക്കുകൾ പ്രവാസികളുടെ സാമ്പത്തിക ബജറ്റുകളെ താളം തെറ്റിക്കാറുണ്ട്. റെയിൽവേ യാഥാർത്ഥ്യമാകുന്നതോടെ കുറഞ്ഞ ചെലവിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പ്രവാസികൾക്ക് സാധിക്കും. ഇതിന് പുറമെ വിസ നടപടികൾ ഏകീകരിക്കുന്ന GCC ഗ്രാൻഡ് ടൂറിസ്റ്റ് വിസ കൂടി പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതോടെ ഒരൊറ്റ റെയിൽവേ ടിക്കറ്റിൽ 6 ഗൾഫ് രാജ്യങ്ങളും കണ്ടു തീർക്കുക എന്ന സ്വപ്നം മലയാളി
മലയാളി വിനോദസഞ്ചാരികൾക്കും യാഥാർത്ഥ്യമാകും. പ്രവാസി വ്യാപാരികൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തടസ്സമില്ലാതെ തൊട്ടടുത്ത ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും ഈ റെയിൽവേ വലിയ അവസരമൊരുക്കും. എണ്ണയിതര വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക വൈവിധ്യവൽക്കരണം ലക്ഷ്യമിടുന്ന സൗദി വിഷൻ 2030, കുവൈറ്റ് വിഷൻ 2035 തുടങ്ങിയ ദേശീയ പദ്ധതികളുടെ പ്രധാന നട്ടെല്ലാണ് GCC റെയിൽവേ. ഭൗമരാഷ്ട്രീയ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് അതിവേഗം പുരോഗമിക്കുന്ന ഈ പദ്ധതി യൂറോപ്യൻ യൂണിയനിലേതുപോലെയുള്ള ശക്തമായ ഒരു പ്രാദേശിക കൂട്ടായ്മയായി ഗൾഫ് മേഖലയെ മാറ്റാൻ സഹായിക്കും. 2030 ഡിസംബറോടെ കുവൈറ്റിൽ നിന്ന് ട്രെയിൻ കയറി ഒമാന്റെ മനോഹരമായ തീരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്ന ആ ദിനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഗൾഫ് നാടുകളും അവിടെയുള്ള പ്രവാസി സമൂഹവും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.